ഇടയ്ക്ക് എപ്പോഴൊക്കെയോ പത്രങ്ങളിൽ വന്നിരുന്നു, നമ്മുടെ കേരളത്തിൽ ഏതൊക്കെയോ സ്ഥലം എനിക്ക് എവിടെയാണെന്ന് ഓർമ്മയില്ല, ഏതോ സ്ഥലങ്ങളിലൊക്കെ പക്ഷിപ്പനി ബാധിച്ചു. അപ്പം കൂട്ടത്തോടെ പക്ഷികളെ കൊന്നൊടുക്കി എന്ന് കേട്ടു. അത് കേട്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ ആ മറ്റു പക്ഷികൾക്കൊന്നും ആ രോഗം ബാധിച്ചിട്ടില്ല, ബാധിക്കുമെന്ന് അറിയുകയില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുകയാണ് ബാധിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് അവരെയൊക്കെ കൊന്നൊടുക്കുകയാണ്. അപ്പോൾ ഒരു കോഴി ഫാമിൽ അല്ലെങ്കിൽ താറാവിൻ്റെ ഫാമിലൊക്കെ ഉള്ള എത്രയോ താറാവുകൾ, കോഴികൾ നൂറുകണക്കിന് ഉള്ള അതിനൊക്കെ ഏതോ ഒരു സ്ഥലത്ത് ഒരു പക്ഷിക്ക് അസുഖം വന്നു എന്നുള്ളത് കൊണ്ട് ബാക്കി എല്ലാത്തിനെയും കൊല്ലുകയാണ്. ആ ഏരിയയിലുള്ള താറാവിനെയും കോഴീനെയും മാത്രമല്ല, മറ്റ് വീടുകളിൽ വളർത്തുന്ന പക്ഷികൾ, ചിലപ്പോൾ ലവ് ബേർഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷികളൊക്കെ നമ്മൾ വീട്ടിൽ പോറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ആ ഏരിയയിലുള്ള എല്ലാ പക്ഷികളെയും കൊന്നൊടുക്കും അത്രേ. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ ഓമനിച്ച് പോറ്റുന്ന ഒരു പക്ഷി, അത് തത്തയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പക്ഷിയായിരിക്കും, ചിലപ്പോൾ ലവ് ബേർഡ്സ് എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ആ ഏരിയയിൽ പക്ഷിപ്പനി വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ട് നമ്മളെ വീട്ടിൽ അവർ വന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ പക്ഷിനെ കൊല്ലണം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെങ്ങനെ അതിനെ വിട്ടുകൊടുക്കും? നമ്മൾ അത്രയും ഓമനിച്ച് പോറ്റുന്നതല്ലേ. അപ്പം നമ്മൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ റൂൾസിന് എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കേസും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും. പക്ഷേ നമ്മളെങ്ങനെ അതിനെ വിട്ടുകൊടുക്കാൻ പറ്റും? നമ്മൾ ഇത്രയും ദിവസം ഓമനിച്ച് പോറ്റി വളർത്തി, നമ്മളൊരു കുട്ടീനെ പോലെ അല്ലെങ്കിൽ അത്രയും നമ്മൾ ഓമനിച്ച് പോറ്റി വളർത്തിയിട്ടുള്ള അതിനൊരു രോഗം വന്നിട്ടുമില്ല, വരുമോ നമുക്ക് അറിയുകയില്ല. പക്ഷേ എവിടെയോ ഒരു പക്ഷിക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പക്ഷികൾക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ പക്ഷിക്കും വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം വരാം, ചിലപ്പോൾ വന്നില്ല എന്നും വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിനെയും കൊല്ലണം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിനെ വിട്ടുകൊടുക്കാൻ പറ്റുക? എങ്ങനെയാണ് ആ റൂള് ശരിയാണെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ചിലപ്പം മിണ്ടാതിരിക്കാൻ, കുട്ടികളൊന്നും സംസാരിക്കാതിരിക്കണം എന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ, ബാക്കി കുറേ കുട്ടികൾ നല്ല ഡീസൻ്റായിട്ട് മിണ്ടാതൊക്കെ ഇരിക്കും. ക്ലാസ്സിൽ തലതെറിച്ച കുറച്ച് കുട്ടികളുണ്ടാവും, ബ്ലാക്ക് ബെഞ്ചേഴ്സും, അല്ലെങ്കിൽ ചില കുട്ടികൾ അവർ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ടീച്ചർ പറയും, വന്നു കഴിഞ്ഞാൽ പറയും, ഈ ക്ലാസ്സിൽ നിന്ന് ഭയങ്കര ഒച്ചയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചില ടീച്ചർമാർ ആ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ 40 കുട്ടികളെ അടിക്കും. അപ്പോൾ ഈ 4-5 കുട്ടികൾ ഒച്ചയുണ്ടാക്കിയതിന് ഒരക്ഷരം പോലും മിണ്ടാതെ വായ തുറക്കാതെ ഇരുന്ന കുട്ടികൾക്ക് അടി കിട്ടും. എനിക്കൊക്കെ അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ മനസ്സിൽ ഇന്നും, വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നും എൻ്റെ മനസ്സിൽ ആ ഒരു വിഷമം, ഒരു വേദനയായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഞാനൊന്നും അന്ന് ക്ലാസ്സിൽ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാത്ത, വളരെ ശാന്തമായിട്ട് മാത്രം ക്ലാസ്സിൽ പെരുമാറുന്ന പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. ടീച്ചർ മിണ്ടരുതെന്ന് പറഞ്ഞാൽ വായ തുറക്കില്ല, പിന്നെ മിണ്ടില്ല. പക്ഷേ ഏതോ ഒരു പ്രാവശ്യം അങ്ങനെ മിണ്ടരുതെന്ന് പറഞ്ഞ് ടീച്ചർ ഒച്ച ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ സമയത്ത് ക്ലാസ്സിൽ ഏതൊക്കെയോ കുറച്ച് കുട്ടികൾ ഒച്ച ഉണ്ടാക്കി. ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വന്ന് തന്നെ ആ സ്റ്റാർട്ടിങ് മുതൽ എല്ലാ കുട്ടികളെയും എണീച്ചത്, എല്ലാ കുട്ടികളെ അടിച്ചു. ആ കൂട്ടത്തിൽ എന്നെ അടിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര, അന്ന് ഞാൻ കരഞ്ഞ് വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. വീട്ടിൽ ചെന്നറിഞ്ഞ അച്ഛനോടും അമ്മയോടും ഏട്ടനോടൊക്കെ ഞാൻ കരഞ്ഞ് പറഞ്ഞു, എന്നെ അവരടിച്ചു, ഞാനൊരു അക്ഷരം പോലും മിണ്ടിയില്ല എന്ന് പറഞ്ഞു. അവർക്ക് വിഷമമായിട്ടുണ്ടായിരിക്കും, അന്ന് ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട്. പിന്നെ അവർ സമാധാനിപ്പിച്ച് നമുക്ക് പിന്നെ ചോദിക്കാം, സ്കൂളിൽ പോയിട്ട് അങ്ങനെ പറഞ്ഞു എന്നല്ലാണ്ട് പിന്നെ അതിന് ആക്ഷൻസ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ അതെൻ്റെ മനസ്സിൽ അന്ന് കഴിഞ്ഞ സംഭവം ഇന്നും എൻ്റെ മനസ്സിലൊരു വേദനയായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാനൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല, ഞാൻ വായ തുറന്നിട്ടേ ഇല്ല. എന്നിട്ട് എനിക്ക് എന്തിന് അടി കിട്ടി എന്നുള്ളത്. ഏതെങ്കിലും കുട്ടികൾ വെച്ചുണ്ടാക്കിയാൽ പൊതുവായിട്ട് എല്ലാവരെയും ശിക്ഷിക്കുകയാണോ വേണ്ടത്? അതാണ് എൻ്റെ ചോദ്യം ഉണ്ടായിരുന്നത്. അത് ചോദിക്കാനുള്ള ധൈര്യം എനിക്ക് അന്നും ഇന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നത് മാത്രം. പിന്നെ ഈ പക്ഷീൻ്റെ കാര്യം ഞാൻ പറയുകയാണ്, എവിടെയോ പക്ഷികൾക്ക് രോഗം വന്നു എന്ന് വെച്ചാൽ ആ ഏരിയയിലുള്ള മുഴുവൻ പക്ഷികളെയും കൊന്നെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ക്രൂരതയായിട്ട്, ഒരു പാപമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നാട്ടിൽ കൊറോണ വന്ന സമയത്ത് ഏതൊക്കെയോ സ്ഥലങ്ങളിൽ കൊറോണ പിടിച്ച് കുറേ ആൾക്കാർ മരിച്ചു എന്നോ, അല്ലെങ്കിൽ കുറേ ആൾക്കാർ വെന്റിലേറ്ററിലും ഹോസ്പിറ്റലിലും ആയി എന്ന് വിചാരിച്ച് കുറേ ആ ഏരിയയിലത്തെ മുഴുവൻ ആൾക്കാരെ അങ്ങോട്ട് എന്തുകൊണ്ട് കൊന്നില്ല? അവരെയും കൊല്ലാമായിരുന്നില്ലേ? അസുഖം വരുമെന്ന് വെച്ചിട്ട് നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് മാത്രമാണോ നമുക്ക് അങ്ങനെയുള്ള ഒരു കൺസിഡറേഷൻ? മറ്റു മൃഗങ്ങൾക്കും മിണ്ടാൻ പറ്റില്ല, പക്ഷികൾക്കും അല്ലെങ്കിൽ മറ്റ് പന്നികൾക്കും ഒക്കെ മിണ്ടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവരെ അങ്ങോട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ അവരൊരു തെറ്റും ചെയ്യാതെ അവരെ അങ്ങനെ കൊല്ലുക എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു പാപം തന്നെയല്ലേ? അപ്പോൾ അതിനൊരു ആൻസർ പറയാനുണ്ടാവും, ഈ പന്നിയും പക്ഷികളൊക്കെ നമുക്ക് തിന്നാൻ വേണ്ടിയും നമ്മൾ മാംസമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വളർത്തുന്നത്, ഇതല്ലെങ്കിലും അവർ കൊല്ലപ്പെടും എന്നുള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെയല്ലല്ലോ. ചില ലവ് ബേർഡ്സിനെ നമ്മൾ കൊല്ലാൻ വേണ്ടിയിട്ടല്ലല്ലോ വളർത്തുന്നത്. അവരൊക്കെ നമ്മൾ ഓമനിച്ച് പോറ്റി വളർത്തുന്നത്, തത്തേനെ വളർത്തുന്നതൊക്കെ നമുക്ക് ഓമനിക്കാനും പോറ്റി വളർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലുന്നതിന് തുല്യമല്ലേ അത്? അപ്പോൾ അങ്ങനെ ഒരു ക്രൂരത എന്ന് പറഞ്ഞാൽ ഈ ഒരാൾ ചെയ്തതിന് ആ സമൂഹത്തോട് മുഴുവനായിട്ട് തെറ്റ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് മനുഷ്യനും ബാധകമാവണം. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ആ ഏരിയയിലെ മുഴുവൻ ആൾക്കാർക്ക് ശിക്ഷ കിട്ടണം. ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഇപ്പം നിപ്പ എവിടെയോ ബാധിച്ചു കേട്ടാൽ ആ ഏരിയയിലത്തെ, കോഴിക്കോട് ഏരിയയിലെന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഏരിയയിലത്തെ മുഴുവൻ ആൾക്കാരെയും കൊല്ലണം. പൂനെയിൽ എന്തോ ഒരു രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ പൂനെയിലത്തെ മുഴുവൻ ആൾക്കാരെയും കൊല്ലുന്നൊരവസ്ഥ വരികയെന്ന് വെച്ചോ. അതാണെങ്കിൽ ഓക്കെ. ഇത് മൃഗങ്ങളോട് മാത്രം നമ്മൾ ഇങ്ങനെ ഒരു പക്ഷഭേദം കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു
ക്രൂരത തന്നെയാണ്. മനുഷ്യന്മാരാണ് എന്നും അവരെക്കാളും വലുത് എന്നുള്ളതിൻ്റെ ഒരു അഹങ്കാരം തന്നെയായിട്ടാണ് ഇത് ഇതാക്കുന്നത്. ഇങ്ങനെ ഇതൊക്കെ ഒരു നിയമങ്ങളാണ്, നമുക്കതൊന്നും മാറ്റി പറയാനുള്ള റൈറ്റ് ഇല്ല. പക്ഷേ നമ്മളെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് പറയാമല്ലോ അല്ലേ.